ഹായ്, എല്ലാ കൂട്ടുകാർക്കും സൺ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ആൾട്രോസിന്റെ 2025 മോഡൽ ബേസ് എക്സ് ഇ വേരിയന്റ് ആണ്. ആൾട്രോസിലെ ബേസ് എക്സ് ഇ വേരിയന്റിൽ പോലും നമുക്ക് CNG അവൈലബിൾ ആണ്. ഒരു CNG വാഹനത്തിന്റെ ബൂട്ടിൽ നമുക്കിങ്ങനെ ഇരിക്കണമെങ്കിൽ അതൊരു ടാറ്റയുടെ വാഹനമായിരിക്കണം. കാരണം ഇതിന്റെ CNG ടാങ്ക് സ്പ്ലിറ്റ് ചെയ്ത് 5 ലിറ്ററിന്റെ ടാങ്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബൂട്ട് സ്പേസിൽ കോംപ്രമൈസ് ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഈ ബേസ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത്, എത്രയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ആൾട്രോസ് ബേസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയന്റുകളുടെയും എക്സ്റ്റീരിയർ എന്ന ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആൾട്രോസിൽ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ടേ CNG അവൈലബിൾ ആണ്. തേർഡ് വേരിയന്റ് തൊട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് വരുന്നത് DCA ഓട്ടോമാറ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ബേസ് വേരിയന്റിലും CNG ആയതുകൊണ്ട് CNG എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് നിങ്ങൾക്ക് അവിടെ ടോപ്പിൽ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾ നോക്കുന്നവർക്കൊക്കെ വേണമെങ്കിൽ CNG കൊണ്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഏകദേശം 25 km/ലിറ്റർ ഒക്കെ നമുക്ക് മൈലേജും CNGയിൽ കിട്ടും. പിന്നെ ടാറ്റ CNGകളുടെ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ പറയാവുന്നത് ഇത് iCNG ആണ്. നമുക്ക് CNGയിൽ തന്നെ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ടും പറ്റും. മറ്റ് മാനുഫാക്ചേഴ്സിന്റെ വാഹനങ്ങൾ സ്റ്റാർട്ട് ആവുന്നത് പെട്രോളിലും പിന്നെ റൺ ചെയ്യുന്നതാണ് CNGയിൽ. ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഫ്രണ്ടിലെ ലുക്കൊക്കെ എല്ലാ വേരിയന്റുകളിലും സിമിലർ ആണ്. ഈ ഒരു ക്രോം ഫിനിഷ് എല്ലാ വേരിയന്റുകളിലും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ടോപ്പിലെ ഈ ഒരു ബ്ലാക്ക് ഫിനിഷും കോമൺ ആയിട്ട് എല്ലാ വേരിയന്റിലും സിമിലർ ആയിട്ടാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ നടുക്ക് ടാറ്റയുടെ പുതിയ മോഡൽ ലോഗോ കാണാനായിട്ട് പറ്റും. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ യൂണിറ്റ് ആയിട്ടാണ് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് ലോ ബീമും ഇത് ഹൈ ബീമും ഫുൾ ഹാലജൻ യൂണിറ്റ് ആണ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഹാലജൻ ആയിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കാണാം. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അകത്തായിട്ടാണ് നമുക്ക് പാർക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. DR ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഒരു 175 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ആൾട്രോസിന് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് വേരിയന്റിൽ 14 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. വീൽ കപ്പ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല, ജസ്റ്റ് ഒരു ക്യാപ്പ് മാത്രമാണ്. ഇത് 165 ATR14 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഈ ഒരു കോർണർ ഫെൻഡേഴ്സ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മിറേഴ്സ് എല്ലാ വേരിയന്റുകളും സിമിലർ ആയിട്ട് വരുന്നു. ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ. ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു ബോഡി കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ബാക്കിൽ ആൻറ്റിന കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് പിന്നെ ഷോറൂമിൽ നിന്ന് മ്യൂസിക് സിസ്റ്റം ആക്സസറി ആയിട്ട് ചെയ്യുമ്പോൾ ഷാർപ്പിൻ ആൻറ്റിന കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. സൺറൂഫ് ഒന്നും എന്താണെങ്കിലും ബേസ് വേരിയന്റിൽ വരുന്നില്ല. ഇതിൻ്റെ ഡോർ ഹാൻഡിൽ ഇങ്ങനെ ടോപ്പ് മൗണ്ടഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിലുകളാണ് വരുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. വാഷറോ വൈപ്പറോ ഡീഫോഗറോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. നമുക്കിവിടെ ചെറിയതായിട്ടൊരു സ്പോയിലർ പോലെ തോന്നിക്കുന്നൊരു ബ്ലാക്ക് പീസ് കൊടുത്തിരിക്കുന്നതാണ്. സ്പോയിലർ വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആൾട്രോസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. iCNG എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ഹാലജൻ ആയിട്ടുള്ള ടൈലൈറ്റ് യൂണിറ്റ് ആണ് വരുന്നത്. ഇത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. താഴെ ഇവിടെ കോർണറിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഇത് നമുക്ക് റിവേഴ്സ് ലൈറ്റ് ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ ലുക്കൊക്കെ എല്ലാ വേരിയന്റുകളിലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് CNG എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് ബേസ് വേരിയന്റിലും. അത് ടാറ്റ ലോഗോയുടെ നേരെ താഴെ തന്നെയായിട്ടാണ് വരുന്നത്. ബൂട്ട് സ്പേസ് നോക്കുമ്പോൾ നമുക്ക് CNG വേരിയന്റുകളിൽ 210 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. ഇപ്പോൾ നോൺ CNG ആണെങ്കിൽ ഏകദേശം 345 ലിറ്റർ ആണ് അതിന്റെ ബൂട്ട് സ്പേസ്. അപ്പോൾ CNG ആണെങ്കിലും ബൂട്ട് സ്പേസിൽ വലിയ കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിലാണ് ടാറ്റ CNG വാഹനങ്ങളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേറെ ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പാഴ്സൽ ട്രെയിൻ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റ് വരുന്നത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്പെയർ വീല് CNG വാഹനം ആയതുകൊണ്ട് സ്പെയർ വീല് വാഹനത്തെ അടിയിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. ഇനിയും ഈ വാഹനത്തിൻ്റെ ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഈ ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം, ഈ ഒരു പ്രീമിയം ഹാഷ് ബാക്ക് സെഗ്മെന്റിൽ ഇത്രയും വെയിറ്റ് ഉള്ളൊരു വാഹനം ശരിക്കും ആൾട്രോസ് മാത്രമായിരിക്കും. നല്ല ഹെവി ആയിട്ടുള്ള ഡോറുകളാണ്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്യുവൽ ടോൺ കളറിലാണ്. ഫ്രണ്ട് 2 പവർ വിൻഡോസ് മാത്രമാണ് ഈ ബേസ് വേരിയന്റിൽ വരുന്നത്. ഡോർ ഹാൻഡിൽസ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല് ട്യൂട്ടർ ഗ്രില്ല് കാണാം. സ്പീക്കർ ട്യൂട്ടർ ഒന്നും തന്നെ വരുന്നില്ല. ഇവിടെ എല്ലാം നമുക്ക് മറ്റേ ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നമ്മുടെ മിറർ മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് വേറൊരു കൺട്രോളുകളും മിററിനും ഉൾപ്പെടുത്തിയിട്ടില്ല. സീറ്റ് നോർമൽ സീറ്റുകളാണ്. ഹൈറ്റ് അഡ്ജസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇതാണ് ശരിക്കും വാഹനത്തിൻ്റെ കീ വരുന്നത്. നമുക്ക് സെൻട്രൽ ലോക്കിങ് കാര്യങ്ങളൊന്നും വരാത്ത ഒരു നോർമൽ കീ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ CNG സ്വിച്ച് ചെയ്യാനായിട്ടുള്ളൊരു ബട്ടൺ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ
സ്പേസുകൾ എംറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാണാം. CNG ആണ് എങ്കിലും മാനുവൽ ആണ് എങ്കിലും നമുക്ക് ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡലും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. വളരെ ബേസിക് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഇന്റീരിയർ ആണ്. സ്റ്റിയറിംഗ് വീല് നമ്മുടെ നെക്സോണിലും ആൾട്രോസിലും കണ്ട സെയിം സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. 3 സ്പോക്ക് ആയിട്ടുള്ള നമുക്ക് ടാറ്റയുടെ ഒരു ലോഗോ. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടെലസ്കോപ്പിക് ഒന്നും ബേസ് വേരിയന്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. മൾട്ടി ഫംഗ്ഷണൽ എന്നൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് യാതൊരു ബട്ടണോ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. നോർമൽ സ്റ്റിയറിംഗ് വീലാണ്. ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് RPM മീറ്റർ നമ്മൾ ഇങ്ങനെ വാഹനം റേസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ലൈറ്റ് ഇൻഡിക്കേഷനോടെ RPM മീറ്റർ നമുക്ക് വർക്ക് ചെയ്യുന്നത് കാണാം. സ്പീഡോ മീറ്റർ നമുക്ക് ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു MT. ഇപ്പം നമുക്ക് CNGയുടെ ഫ്യൂൽ എഫിഷ്യൻസി അറിയാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, AB എന്നുള്ള രീതിയിൽ. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് മാത്രം വരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. ഇനിയിപ്പോൾ റിവേഴ്സ് ക്യാമറ വരുന്നില്ല. നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സിന്റെ ഒരു ബീപ്പ് സൗണ്ടും നമുക്ക് അറിയാനായിട്ട് പറ്റും. അതിനകത്ത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും നമുക്ക് കാണാം. അതല്ലാണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഒന്നും ഇതിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്നത് നമുക്ക് അറിയാനായിട്ട് ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് സിസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത് ആക്സസറേറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ AC വെൻസ് കാണാം. അതിന് നടുക്കാണ് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ആ AC വെൻസിന് ചുറ്റുമുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ശരിക്കും ഇന്റീരിയർ വരുന്നത്. 3 ടോൺ കളർ എന്ന് പറയാം. ടോപ്പ് പോർഷൻ ബ്ലാക്ക്, ഇവിടെ ഒരു സിൽവർ ഫിനിഷ്, താഴെ ഒരു ഓഫ് വൈറ്റ് കളർ. ആ ഒരു രീതിയിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. എല്ലാ വേരിയന്റിന്റെയും ഇന്റീരിയർ ലേഔട്ട് കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ടാണ് വരുന്നത്. അതിന് താഴേക്ക് വന്നാൽ ഇവിടെ നമുക്ക് AC കൺട്രോൾസ് കാണാം. മാനുവൽ AC കൺട്രോൾസ് ആണ് വരുന്നത്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. അവിടെ നമുക്ക് നമ്മുടെ 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. അതിന് ചുറ്റുമെല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കംപ്ലീറ്റ്ലി കൊടുത്തിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷ് ഒന്നും തന്നെ വരുന്നില്ല. ഇവിടെ നമുക്ക് 12 വോൾട്ടിന്റെ ഒരു ചാർജിങ് പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെന്റർ ആംറസ്റ്റ് ഒന്നും വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ആക്സസറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. നമ്മുടെ നെക്സോണിലൊക്കെ കണ്ട സെയിം മോഡൽ സീറ്റുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഫിക്സഡ് സീറ്റ് ബെൽറ്റ് ആണ്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻസ് ഒന്നുമില്ല. ഗ്രാബ് ഹാൻഡിൽ നമുക്ക് എന്താ പറയുക, സ്പ്രിംഗ്ഡ് ഗ്രാബ് ഹാൻഡിലൊന്നുമല്ല, ഫിക്സഡ് ഗ്രാബ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് മാത്രമേ ഉള്ളൂ, മിറർ വരുന്നില്ല. മാനുവലി കൺട്രോൾ ചെയ്യാവുന്ന മിററുകളാണ് IRVMs ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ നമുക്ക് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. റീഡിംഗ് ലൈറ്റ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഒരു സോഫ്റ്റ് ഓപ്പണിംഗ് ആണ് ഗ്ലോ ബോക്സ് ആണ്. വളരെ ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. അതിനൊരു കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു 10 ലിറ്റർ പ്ലസ് ആണ് ഈ ഗ്ലോ ബോക്സിന്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. അത് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ടാറ്റ വാഹനങ്ങൾ ഒരു എല്ലാ കാറുകളുടെയും ഡോറുകൾ നമുക്ക് 90 ഡിഗ്രിയിൽ തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡ് ഒരു ഡ്യുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കും. ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത്. നമ്മുടെ പഴയ ടൈപ്പ് കറക്കി തിരിക്കുന്ന വിൻഡോ കൺട്രോളുകൾ കാണാനായിട്ട് പറ്റും. ഡോർ ഹാൻഡിൽസ് നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ വരുന്നു. നമുക്ക് 2 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും സെൻട്രൽ പാസഞ്ചറിന് ആ ഒരു റൗണ്ടഡ് സീറ്റ് ബെൽറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. 2 പേർക്കുള്ള ഫിക്സഡ് ഹെഡ് റെസ്റ്റുകൾ കാണാം. സെൻട്രൽ പാസഞ്ചർ ഹെഡ് റെസ്റ്റ് കാര്യമൊന്നും തന്നെ വരുന്നില്ല. ബാക്കിലേക്ക് AC വെൻസ് കാര്യമൊന്നും തന്നെ ഈ ബേസ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ അകത്ത് കയറി ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ കയ്യിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 7-8 സെൻറ്റിമീറ്റർ അടുത്ത് ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് നല്ല കൗച്ചിലിരിക്കുന്ന പോലത്തെ സീറ്റുകളാണ് ആൾട്രോസിന് ടാറ്റ കൊടുത്തിരിക്കുന്നത്. ആൾട്രോസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് ആൾട്രോസ്. ABS, EBD, ബ്രേക്ക് അസിസ്റ്റ് പോലെയുള്ള ബേസിക് സേഫ്റ്റി ഫീച്ചേഴ്സ് മാത്രമാണ് വരുന്നത്. ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് ഒന്നും ഈ ബേസ് വേരിയന്റിൽ ടാറ്റ ഉൾപ്പെടുത്തിയിട്ടില്ല. ആൾട്രോസ് ബേസ് വേരിയന്റിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ നമുക്ക് 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. വിത്ത് പെട്രോൾ അല്ലെങ്കിൽ CNG. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ 3rd വേരിയന്റോടാണ്. പെട്രോൾ എഞ്ചിന്റെ പവർ കമ്പനി പറയുന്നത് 86 bhp ആണ് അതിൻ്റെ ഒരു പവർ. CNGയിലേക്ക് വരുമ്പോൾ അവർ 73.5 HP അത് കുറയുന്നുണ്ട്. മൈലേജ് CNGക്ക് ഓൾമോസ്റ്റ് 25 km/ലിറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. എന്നാൽ പെട്രോളിന് 19 km/ലിറ്ററിനടുത്തൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. പെട്രോൾ ഉപയോഗിക്കുന്നവർക്ക് 12-13 കിട്ടുന്നുണ്ട്. CNG ഉപയോഗിക്കുന്നവർക്ക് ഒരു 20-നും 23-നും ഇടയ്ക്കൊക്കെ ആവറേജ് മൈലേജ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം നോക്കുന്നവരാണ് എങ്കിലും നിങ്ങൾക്ക് അത്രയൊരു ബഡ്ജറ്റ് ഇല്ല, എന്നാൽ അത്യാവശ്യം മൈലേജുള്ള വാഹനം വേണം, ആ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള വാഹനം വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് CNGയിലേക്ക് മൂവ് ആവുന്നതാണ്. ഇപ്പോൾ ഈ ബേസ് വേരിയന്റ് എടുത്താലും അത്യാവശ്യം വേണ്ട ആക്സസറീസ് എല്ലാം നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് വാറണ്ടി കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവും വരുന്നില്ല.
ഇപ്പോൾ ഈ ബേസ് വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ 2025 ലേറ്റസ്റ്റ് ഓൺ റോഡ് പ്രൈസ് പ്രകാരം ബേസ് XE പെട്രോൾ വേരിയന്റിന് 7,70,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിന്റെ CNG ആണെങ്കിൽ 8,79,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരും ബേസ് വേരിയന്റിന്. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് XMA പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അത് DCA ഓട്ടോമാറ്റിക് ആണ്. അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 9,80,000 രൂപയാണ്. 2024 മാനുഫാക്ചർ ചെയ്ത 24 ഡിസംബറിൽ മാനുഫാക്ചർ ചെയ്ത 1-2 CNG വാഹനങ്ങൾ പെരുമ്പാവൂരുള്ള ഗോകുലം മോട്ടോഴ്സിൽ അവൈലബിൾ ആണ്. ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് ഓഫർ നിങ്ങൾക്ക് ആ വാഹനത്തിന് അവൈലബിൾ ആണ്. അപ്പോൾ 2024 മാനുഫാക്ചർ ചെയ്ത വാഹനം നിങ്ങൾക്ക് ഏകദേശം 7,90,000 രൂപയ്ക്ക് ബേസ് XE CNG ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 2025 മോഡൽ ബേസ് CNG വേരിയന്റുകൾക്ക് 8,80,000 രൂപയുടെ അടുത്ത് പ്രൈസ് വരുമ്പോൾ 2024 മോഡൽ 1-2 വാഹനങ്ങളാണുള്ളത്. ആ വാഹനം നിങ്ങൾക്ക് 7,90,000 രൂപയ്ക്ക് എല്ലാ ഓഫറുകളും നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. 100% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 1 രൂപ പോലും കൊടുക്കാണ്ട് നിങ്ങൾക്ക് ലിറ്ററലി ആ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 8 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. പെർ ലാക്കിന് ഏകദേശം 1,450 രൂപ വെച്ചിട്ടാണ് അടവ് വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ആൾട്രോസിന്റെ ബേസ് XE വേരിയന്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ടാറ്റ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷനും ഞാൻ പെരുമ്പാവൂരുള്ള ഗോകുലം മോട്ടോഴ്സിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടാറ്റയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. EVയോ നോൺ EV വാഹനങ്ങളോ ഏത് ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.